നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലിയോളപ്പിൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വളരെ ഉയരത്തിലാട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു ഇത് ചെയ്യുമ്പോൾ ഇതിന് സ്ട്രെങ്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. PVC പൈപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം എഫർട്ട് എടുത്തുവെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്, അതിൻ്റെ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 8 അടി ഹൈറ്റിൽ PVC പൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു PVC പൈപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് കുരുമുളക് പറിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതുമ്പോൾ കയറണമല്ലോ. അപ്പോൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക്. ഇത് 2 മെത്തേഡിൽ ചിലവ് കുറച്ചും ചെയ്യാം, ചിലവ് നോക്കാതെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചിലവ് കുറച്ച മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾക്കാർ ചോദിച്ച സംശയങ്ങളുള്ള മറുപടിയാണ്. നമ്മളിതിൽ എന്താ ചെയ്തെന്നുണ്ടെങ്കിൽ അടിയിൽ 2.25 അടിയിൽ ഹൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, അടിഭാഗം നമ്മൾ ചുറ്റും ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തു. ഏകദേശം 2.25 അടി വെച്ചിട്ട് നമ്മൾ കുഴി കുത്തി കോൺക്രീറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ പൈപ്പിൻ്റെ ലെങ്ത്തിലേക്ക് ഈ നെറ്റ് നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ ഓരോ ഇഴയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ലാഡർ ടൈപ്പിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. അതായത് 10 അടി ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇത് ഫുൾ ലെങ്ത്തിലേക്ക് നമ്മൾ ഒറ്റ ഇഴ, അതായത് ഈ നെറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുക 10x5 സൈസിലാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ PVC ലെങ്ത്തിലേക്ക് ഇറക്കിയിട്ടിട്ട് ഇത് ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് ബലപ്പെടുത്തി എടുത്തത്. നമുക്കപ്പോൾ ഏകദേശം ഒരു 250 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് കോൺക്രീറ്റിങ് മാത്രമായിട്ട്. 250 രൂപയുടെ താഴെ വരുന്നുള്ളൂ കോൺക്രീറ്റിംഗ് ആയിട്ട്. നേരെ മറിച്ച് നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ബീമൊക്കെ നമ്മൾ ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ കമ്പിയൊക്കെ സ്ട്രോങ് കമ്പി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളുണ്ട്. പക്ഷേ ചിലവ് നമ്മൾ പ്രതീക്ഷിച്ചോടത്തെ ചിലവ് നിൽക്കണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇതിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു ആട്ടം ഇതിങ്ങനെ ഈ ഒരു ആട്ടം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആട്ടം അതിനുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കയറാനോ കുരുമുളക് പറിക്കാനോ അങ്ങനെയൊന്നും ഒരു തടസ്സങ്ങളും വരില്ല. നമുക്ക് സുഖമായിട്ട് ഒരു 14 അടി 15 അടി വരെ നമുക്ക് കയറി നിൽക്കാം. അതിന് ശേഷം നമുക്ക് കൈയെത്തിച്ച് പറിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്യണതുണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ഇപ്പോൾ 2ആയിട്ട് മുറിച്ച് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അതല്ലാതെ സിംഗിൾ പൈപ്പിലല്ല കോൺക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ പൈപ്പ് കുഴിച്ചിട്ടതിന് ശേഷം കുതിരമ നിന്നിട്ട് മുകളിൽ കോൺക്രീറ്റ് നിറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അപ്പോഴും ചിലവ് കുറവാണ്. കാരണം നമ്മൾ ഈ പൈപ്പ് ഒരു സ്ഥലത്ത് ഇട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ച് കൊടന്ന് ഇതിൽ വെക്കുക, അതൊക്കെ പറയുമ്പോൾ ചിലവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ താഴെ ഒരു കുതിര ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കാണ് ചെയ്തത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ട്, ഈ 4 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കോൺക്രീറ്റ് ഇറക്കാൻ ഭയങ്കര പാടല്ല ബുദ്ധിമുട്ടല്ലേ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചൊരു മെത്തേഡാണിത്. ഇത് കണ്ട 4 റെഡ്യൂസറാണ്. 8ക്ക് ഇത് 8 ഇഞ്ച്, ഇത് 4 ഇഞ്ച്. അപ്പോൾ 8ക്ക് 4 റെഡ്യൂസറാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതൊരു ഫണൽ പോലെ നമ്മൾ ഈ പൈപ്പിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് സുഖമായിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിൽ കൂടെ കമ്പി ഇറക്കിയിട്ടിട്ടാണ് കോൺക്രീറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിന് കുറച്ചുകൂടെ നല്ല സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നമ്മുടെ 8ൻ്റെ വാർക്ക കമ്പി 2 3 ഇട്ടിട്ട് റിങ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിതൊരു ബീമിൻ്റെ എഫക്റ്റിലേക്ക് കിട്ടും. പക്ഷേ നമുക്ക് അപ്പോഴും ചിലവ് കൂടും. അപ്പം നമ്മൾ മാക്സിമം ഇത് ചിലവ് കുറവിൽ ഈ കുരുമുളക് കാലുകൾ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ പരീക്ഷിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു 10 അടിയിലാണ് ചെയ്തിട്ടുള്ളൂ കോൺക്രീറ്റ്. നമ്മൾ 10 അടിയിലാണ് ചെയ്യണുള്ളൂ. അതായത് മണ്ണിൻ്റെ മേളിലേക്ക് 8 അടിയും ബാക്കി മണ്ണിൻ്റെ താഴത്തേക്ക് 2-2.25 അടിയോളം ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഒരു 10 അടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 10 അടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ഇനി നമ്മളൊരു 14-15 അടിയിലേക്ക് എക്സ്റ്റൻഷൻ വയ്ക്കുന്നുണ്ട്. ജസ്റ്റ് പൈപ്പ് ഇതിൻ്റെ മേളിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ പോണത്. ഒരു കാലിൽ ഏകദേശം ഒരു 10 ചട്ടി, 8 മുതൽ 10 ചട്ടിയാണ് നമുക്ക് കോൺക്രീറ്റ് ഇതിൽ കയറ്റാൻ കഴിഞ്ഞത്. 8 ചട്ടി, ചിലയിൽ 9 ചട്ടി. അപ്പോൾ 8 to 10 നമുക്കൊരു ആവറേജ് കണക്കെടുക്കാം. കാരണം ചിലപ്പോൾ മെറ്റൽ വലുതും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആണ് ഇതിൽ നമുക്കിത് കോൺക്രീറ്റ് നിറയ്ക്കാൻ കഴിഞ്ഞത്. അപ്പോഴും നോക്കിയാലും ഇപ്പം എനിക്കൊരു ചിലവെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ PVCയും കോൺക്രീറ്റിങ്ങും എല്ലാം കൂടിയിട്ടായാലും നമുക്ക് ഈ 10 അടിയിലേക്ക് ചിലവ് ഏകദേശം ഒരു 600 രൂപയുടെ ഉള്ളിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കാല് നമുക്ക് 1000 രൂപയുടെ താഴെ നമുക്ക് സുഖമായിട്ട് ഒരു 14-15 അടി കാല് PVCയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പോൾ ഗ്രാൻഡായിട്ട് നല്ല ബലത്തിൽ
കോൺക്രീറ്റ് ബീമുകളൊക്കെ ചെയ്തെടുക്കണ പോലെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചിലവിൽ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ എക്കണോമിക്കലായിട്ട് ചിലവ് കുറച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെത്തേഡാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആ കമ്പികളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ലാഡർ പോലത്തെ കമ്പികൾ. എനിക്ക് തോന്നുന്നു അത് 3 mm 4 mm മറ്റാണ് കമ്പിയുടെ സൈസ്. പിന്നെ വളരെ വില കുറവുള്ളൊരു കമ്പിയാണ്, അതായത് ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളതിൽ കമ്പി ഇറക്കിയത്. കമ്പി ഇറക്കാണ്ടും നമുക്ക് ഇത് ബലപ്പെടുത്തി എടുക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു അടുത്തൊരു ബലം തന്നെ കിട്ടും. കമ്പി ഇടാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ ചെറിയ ഗ്യാപ്പ്, എയർ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ PVC പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കമ്പി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ഉള്ളിലൊരു പിടുത്തം കൂടെ കിട്ടുമ്പോൾ ഇത് ഒടിയാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ട് ചുരുങ്ങും. പിന്നെ നമ്മൾ ഇതുമ്മ കയറിയിട്ട് വലിയ അഭ്യാസമൊന്നും കാണിക്കണില്ല, കോണി ചാരിയെന്ന് കുരുമുളക് പറിക്കാന്നുള്ള ഒറ്റ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുരുമുളക് തോട്ടത്തിനുള്ള കാലുകൾ, കോൺക്രീറ്റ് കാല്, PVC കം കോൺക്രീറ്റ് കാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇതിൽ പ്ലംബിംഗ് ആണ്. പ്ലംബിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ്ലറാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോകൾ നമുക്ക് എന്താ പറയുക, ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് ഓരോ വീഡിയോകളും മിസ്സാവാതെ കാണാം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചിലവ് ചുരുക്കൽ മാർഗ്ഗങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. പ്ലംബിങ്ങും നമുക്ക് വലിയ ചിലവെന്ന് പറയാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഇതൊക്കെ ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഇതൊരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ മാർഗ്ഗത്തിലൂടെയാണ് ചെയ്തു പോണത്. നമുക്കൊരു കൈത്തൊഴിൽ പോലെ നമുക്കിത് കൊണ്ട് നടക്കാവുന്നതുമാണ്. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇനി വേറെ എന്തെങ്കിലും പുതിയ ഐഡിയകളുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കൂടെ ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ.